हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। आज हम देखने वाले हैं आपकी യൂണിറ്റ് 3 का दूसरा ചാപ്റ്റർ. നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധുരവചനങ്ങളാണ്. ആരൊക്കെയാണ് ഇതിലുള്ളത്? കബീർദാസ് ജി है, റഹീം है और सूरदास जी है. सूरदास जी है क्या? ഓക്കെ, തുളസീദാസ് ജി है. മൂന്ന് പേരേ ഉള്ളൂ. ആരൊക്കെയാണ്? കബീർദാസ് ജി ഉണ്ട്, തുളസീദാസ് ജി ഉണ്ട്, അതുപോലെ തന്നെ റഹീം ഉണ്ട്. ഓരോ ദോഹകളും मैं आपसे बता रहा हूं, हर एक दोहे, ഓരോ ദോഹകളും സാമൂഹിക പരിവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. റിലയൻസ് നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ एक सामाजिक सुधारक की तरह. सामाजिक सुधारणा का मतलब होता है സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. जो कुरीतियां है, अंधविश्वास है, ഇതുപോലത്തെ ഒരുപാട് അനീതികളുള്ള ഒരു സമൂഹത്തിന് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ടാണ് ഇവരുടെ ഓരോ ദോഹകളും ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു പരിവർത്തനം കൂടിയാണ് ഇവരുടെ ദോഹകൾ മുന്നോട്ട് വെക്കുന്നത്. सो बच्चों रेडी. सो इवड़े मेरा एक फेवरेट दोहा आपसे बता दिया. तो कबीरदास जी का एक दोहा मेरे मन में आ रहा है. जो गुरु गोविंद दो खरे खाके लाहू पाई, बलिहार गुरु अपने जिन गोविंद बताए, जिन गोविंद ധിയോ ബതായി എന്ന കബീർദാസ് ജിയുടെ ദോഹയാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഗുരുവിനാണ്. അദ്ദേഹത്തിന് മുന്നിൽ ഗുരുവും ദൈവവും മുന്നിൽ വന്ന് നിൽക്കുവാണെങ്കിൽ അദ്ദേഹം ഗുരുവിന്റെ ചരണങ്ങളാണ് വീഴുക. കാരണം ഗുരുവാണ് അദ്ദേഹത്തിന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതായത് ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക്, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാന കാരണം ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കബീർദാസ് ജി ആ ഒരു ദോഹ അവസാനിപ്പിക്കുന്നത്. ബച്ചോ, ഇതുപോലെ ഓരോ ദോഹകൾക്കും ഒരു മീനിങ് ഉണ്ടാവാം. ഒരു മീൻഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയാണ് അവർ സമൂഹത്തിലേക്ക്, അവരുടെ ഓരോ ദോഹകളിൽ നിന്ന് സമാജിലേക്ക് വിടുന്നത്. സോ ബച്ചോ, വളരെ പെട്ടെന്ന് തന്നെ ഈ ദോഹയെ നമുക്ക് മനസ്സിലാക്കാം. കബീർദാസ് ജിയുടെ ദോഹ എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. സോ പെഹ്ലാ ആത്തെ കബീർദാസ് ജി കാ ദോഹ, മധുർ വചനങ്ങൾ എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ കബീർദാസ് ജി ദോഹയാണ്. അതിലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. യഹ് പാട് എന്ന് പറയുന്നത് എന്താണ്? തീൻ മഹാൻ കവിയോ, മൂന്ന് മഹാൻ കവിയായിട്ടുള്ള ആരൊക്കെയാണ്? കബീർദാസ് ജി ഉണ്ട്, തുളസിദാസ് ജി ഉണ്ട്, റഹീം ഉണ്ട്, അതുപോലെ തന്നെ ആരൊക്കെയാണ്? അവരുടെയൊക്കെ ദോഹകളാണ് ഇവിടെ പറയുന്നത്. സോ കബീർദാസ് കെ ദോഹ സിഖാത്ത ഹൈ. കബീർദാസ് ജിയുടെ ദോഹ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹമേ അഹങ്കാർ രഹിത് ഹോക്കർ ऐसी മധുർ വാണി ബോൽനി चाहिए जो खुद को और दूसरों को सुख दे. നമ്മൾ ഈ ഒരു അഹങ്കാരത്തെ വെടിഞ്ഞുകൊണ്ട് എങ്ങനത്തെ വാക്കുകളാണ്? വാണി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാരം, എങ്ങനത്തെ സംസാരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹം ജോ ഖുദ് കോ और दूसरों को सुख दे. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ നമ്മൾക്കും, പറയുന്ന നമ്മൾക്കും അതൊന്ന് സൂത്ത്ഫുൾ ആയിരിക്കണം. അത് കേൾക്കുന്ന ആൾക്കൊരു സൂത്ത്ഫുൾ ആവുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് കബീർദാസ് ജി പറയുന്നത്. വേ एक सच्चे साधु की तुलना रूप से करते हैं जो अच्छी बातों को ग्रहण करता है. അപ്പൊ അദ്ദേഹം സൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളറിയാം ആ ഒരു മുറമാണ്. നമ്മൾ നെല്ലിനെ പതിരിനെ വേർതിരിക്കുന്ന ആ മുറത്തിനെ പോലെയാണ് ഒരു നല്ലൊരു വ്യക്തി ആവേണ്ടത്. കാരണം നല്ലതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നന്മയെ സ്വീകരിച്ച് തിന്മയെ അവഗണിക്കുന്ന പോലെയാണ്. നല്ലത് മാത്രം എടുത്ത് വേണ്ടാത്തതിനെ അവോയ്ഡ് ചെയ്യാവുന്നൊരു കാര്യമാണ് ആര് പറയുന്നത്? കബീർദാസ് ജി പറയുന്നത്. സോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിൽ ഒരു പരിവർത്തനവും മാറ്റവും കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ എന്ന് കബീർദാസ് ജി പറയുന്നു. तो बच्चों रेडी. അടുത്തെന്താണ് बोल रहा है? तो തോത്ത പതിരിനാണ്, ആ ഒരു പതിരിനെയാണ് പറയുന്നത്. അതിനൊന്ന് ചോടന ഹേ, അതിനെ ഒഴിവാക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നന്മയെ സ്വീകരിക്കുക, തിന്മയെ ഒഴിവാക്കുക, നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക, മോശ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സോ ऐसे होने चाहिए एक व्यक्ति समाज में. അങ്ങനെ ആയിരിക്കണം ഒരു വ്യക്തി സമൂഹത്തിൽ എന്നാണ് പറയുന്നത് तो कबीरदास जी. तो दूसरे में कौन आता है? രണ്ടാമത്തെ ദോഹയിൽ ആരാണ് വരുന്നത്? തുളസീദാസ് ജി കാ ദോഹ. തുളസീദാസ് ജി को आप जानते हैं, तुलसीदास जी को आप तो आप जानते हैं. നമ്മളെ രാമചരിതമാനസ് എന്നൊരു കാര്യം അല്ലേ, അത് അദ്ദേഹത്തിനെയാണ്, തുളസീദാസ് ജിയാണ്. അതുപോലെ തന്നെ വിനയ പത്രിക അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തമായ ഒരു രചനയാണ്. तो തുളസീദാസ് ജി എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. അനുസാർ ദയാ ധർമ്മ का आधार है. ദയ എന്ന് പറയുന്നത് തന്നെ ധർമ്മത്തിന്റെ ആധാരമാണ്. ഓക്കെ, ദയ ഉണ്ടാവുന്നതിനാണ് ധർമ്മത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ജബ്കി അഭിമാൻ പാപ കാ മൂൽ ഹേ. ആ ഒരു അഹങ്കാരമാണ് അഭിമാൻ എന്ന് പറയുന്നത്. ആ ഒരു അരഗൻസ് ആണ് ഇവിടെ എന്താണ് അഭിമാനത്തിന് കാരണമാകുന്നതെന്ന് പറയുന്നു. इसलिए हमें प्राण रहते कभी दया नहीं छोड़नी चाहिए. നമ്മൾ എപ്പോഴും പ്രാൺ രഹനെ തക്, നമ്മുടെ ജീവൻ എപ്പോഴൊക്കെ, നമ്മുടെ ശരീരത്തിൽ എപ്പോഴൊക്കെ ജീവനുണ്ടോ അപ്പോഴൊക്കെ എന്താണ് നമ്മൾ ആ ഒരു എന്തിനെ ഒഴിവാക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദയാ നഹി ചോഡ്നി ചായേ. ദയയെ നമ്മൾ ഒരിക്കലും, നമ്മുടെ ആ ഒരു എമ്പതി സിമ്പതി എന്നൊരു പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ജീവനുള്ളിടത്തോളം കാലം ഒഴിവാക്കരുത്. ഓക്കെ, അതില്ലെങ്കിൽ നമുക്ക് ജീവനില്ലാത്തൊരു അർത്ഥമാണ്, നമ്മൾ ജീവരഹിതമാണ് എന്ന് പറയുകയാണ്. കാരണം ഇത് ഈ ഒരു ദയ എന്ന് പറയുന്ന കാര്യം നമ്മൾ ജീവിക്കാനും മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ തുളസീദാസ് ജി പറയുന്നത്. വേ യഹ് ബി ചേതാവനി ദേത്തെ ഹൈ. അദ്ദേഹം ഈ ഒരു കാര്യം കൂടെ പറയുന്നത് कि राजा मंत्री वैद्य और गुरु डर या लालच से केवल उसकी प्रशंसा करते हैं. എപ്പോഴും ഗുരു ആയിക്കോട്ടെ, ഈ മൂന്ന് പ്രൊഫഷണൽസ് ആണ് അദ്ദേഹം പറയുന്നത്. ഗുരു ആയിക്കോട്ടെ, ഒന്നാമത് ഗുരു ആണെങ്കിൽ രണ്ടാമത് ആരെയാണ് പറയുന്നത്? മന്ത്രി. ഒന്നാമത് മന്ത്രി തന്നെയാണ്, അദ്ദേഹമാണ് രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത്, അപ്പോൾ മന്ത്രിയാണ്. അതുപോലെ രണ്ടാമത് വൈദ്യനായിക്കോട്ടെ, ഗുരു ആയിക്കോട്ടെ, ഇവർ മൂന്നും പ്രശംസിക്കുകയാണ്. അദ്ദേഹം ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രശംസിച്ച് സന്തോഷത്തോടെ പറയുകയാണെങ്കിൽ അവർ കള്ളം പറയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്? ഈ മൂന്ന് ജോലിയിലും അവർ പറയുന്ന സത്യങ്ങൾക്ക് ഒരു ബിറ്റർ ഉണ്ടാവും, കയപ്പുണ്ടാവും. മറിച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ ചാപ്പലൂസി പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? അവർ കള്ളം പറയുകയാണ്. അങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ എന്താണ് പ്രശ്നം വരുന്നത്? ഒന്ന് രാജ്യത്തിന് തന്നെ പ്രശ്നമാണ്. അതുപോലെ വീണ്ടും എന്തിനാണ് പ്രശ്നം? ഒന്ന് ഒരാളുടെ ശരീരത്തിന് നശിക്കാൻ വൈദ്യൻ കള്ളം പറഞ്ഞാൽ, അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന ആൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താണ്?
ഡോക്ടർ പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിനാണ് പ്രശ്നം, ഗുരു പറയുകയാണെങ്കിൽ ധർമ്മത്തിന് തന്നെയാണ് പ്രശ്നം. ഓക്കെ, ഗുരു ഒരു കള്ളം പറഞ്ഞിട്ട് ഒരാളെ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ ഒരു ധർമ്മം തന്നെയാണ് നശിക്കുന്നത്. മന്ത്രി അങ്ങ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു രാജ്യം തന്നെയാണ് നശിക്കുന്നത് എന്നാണ് തുളസിദാസ് ജി പറയുന്നത്. तो बच्चों വെരി ക്ലിയർ. അടുത്തെന്താണ് പറയുന്നത്, രാജ്യധർമ്മ ശരീർ की जल्द ही नाश हो जाता है. ओके, അടുത്ത रहीम दास जी, रहीम जी. ओके, रहीम का जो 9 दास होता है, बाकी सबको दास है. ഓക്കെ, ലിയോ ദാസ് तो बोलते हैं, सभी को दास है, इसमें दास नहीं, റഹീം സിർഫ് റഹീം है. അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹം വ്രജിലാണ്. അദ്ദേഹത്തിന്റെ രചന, റഹീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വ്രജിലാണൊക്കെ രചനകൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. तो बच्चों ഹീസ് ഓൾസോ എക്സലന്റ്, റൈറ്റ്. അത് ഇവരുടെ കൂടെ തന്നെ എന്താണ് പറയാ, നല്ല രീതിയിൽ എഴുതി വന്ന ഒരാളെയാണ് റഹീം എന്ന് പറയുന്ന അദ്ദേഹം. അവരുടെ കുറിച്ച് എന്താണ്, ജോ റിസ്തോ കി, അദ്ദേഹത്തിന് എനിക്കും ഇഷ്ടപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് അദ്ദേഹം റിസ്തകളെയാണ്, ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു നൂല് കെട്ടുകൾ പോലെയാണെന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു വരി എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. കാരണം एक बार टूट गया तो उसमें गांड आएगा, ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഗാണ്ട് ഹോഗായി, അവിടെ ഒരു എന്താണ്, ആ ഒരു ഗാണ്ട് എന്ന് പറയുന്ന ഒരു കെട്ട് അവിടെ ഉണ്ടാവും. ഒരു തവണ നൂല് എന്ന് പറഞ്ഞ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗാണ്ട് അവശേഷിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. റഹീം റിശ്തോं की नाजुकता पर प्रकाश डालता है. റിശ്ത ബന്ധങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്, वह कहते हैं कि मन मोती और दूध की तरह ही प्रेम का धागा होता है എന്ന് പറയുന്നത്. മൻ ആയിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, അതുപോലെ തന്നെ മോത്തി എന്ന് പറയുന്നത് മുത്തായിക്കോട്ടെ, ദൂത് എന്ന് പറയുന്ന പാലായിക്കോട്ടെ, ഈ പ്രേം കി ധാഗ होता है. അതെന്ന് പറയുന്നത് എന്താണ്, പ്രേമം പോലെയാണ്, സ്നേഹം പോലെയാണ്. എന്തുകൊണ്ടാണ്, ഒരു തവണ ഫോട്ട് യാ ടൂട്ട് ഗയാ, ഒരു തവണ പൊട്ടിപ്പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, തോടന ഫിർ സെ ജോഡന नहीं होगा, അത് വീണ്ടും യോജിപ്പിക്കാൻ സാധിക്കത്തില്ല. അതാണ് പറയുന്നത്. ഒരു തവണ പൊട്ടിക്കഴിഞ്ഞാൽ ജുഡ് നഹി സക്ത, വീണ്ടും അത് ജുഡ്ന, അത് വീണ്ടും ഏകീകരിപ്പിക്കുക, യോജിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത്. അഗർ ജുഡ് ബി ജായേ തോ ഉസ്മേ ഗാണ്ട് പड़ जाती है. अब एंड എന്ന് പറയുന്നതാണ് രണ്ടാമത്തേലാണ് പറയുന്നത്. ഓക്കെ, जिससे चाहिए, क्योंकि अगर एक बार टूट गया तो फिर जुड़ नहीं सकता, और अगर जुड़े भी, വീണ്ടും അതിനെ നമ്മൾ ഒരു തവണ ബന്ധങ്ങൾ വീണ്ടും അത് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ ഗാണ്ട്, അവരെന്താണ്, അവിടെ ഉണ്ടാകുന്ന സാധനം എന്താണ്, അവിടെ അവർ നമ്മളിപ്പോൾ നൂല് കെട്ടിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ഇടവഴിയുന്ന പോലെ ഉണ്ടാവത്തല്ലേ, അവർ കെട്ട് അവിടെ തന്നെ അവശേഷിക്കുമെന്നാണ് റഹീം ജി പറഞ്ഞത്. കാരണം ബന്ധങ്ങളെ അതേ രീതിയിൽ നമ്മൾ സൂക്ഷിക്കും. കാരണം ഒരു തവണ ആ ഒരു വിശ്വാസം, നിങ്ങൾ പാരൻസിനോടായാൽ പോലുള്ള ഒരു തവണ ആ ഒരു നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അവരുടെ മനസ്സിലായ ഒരു ഗാണ്ട് എന്ന രീതിയിൽ എപ്പോഴും നിലനിൽക്കും. കാരണം പിന്നീട് ഒരു തവണ പൊട്ടിപ്പോയ ബന്ധങ്ങൾ പിന്നെ എല്ലാം അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമേ പോകത്തുള്ളൂ. സോ എപ്പോഴും റിലേഷനിൽ നിങ്ങൾ എന്താണ്, സോ ഏത് ബന്ധങ്ങളായിക്കോട്ടെ റിലേഷനിൽ എപ്പോഴും ആത്മാർത്ഥത കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ബച്ചോ റെഡി, ഓരോ ദോഹകളായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, രചനകൾ ലിറ്ററേച്ചറിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, നിങ്ങൾ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും, അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഓരോ സാഹിത്യം നമ്മൾ പഠിക്കുന്നത്. तो बच्चों ആ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി പഠിക്കൂ. സോ आपके लिए फिर हमें इसमें आ रहा है, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ മലയാളം വേർഷൻ ഈസ് ഓൾസോ അവൈലബിൾ. മലയാളം വേർഷൻ ഞാൻ പറയുന്ന പോലെ തന്നെ എന്താണ്, മലയാളം വേർഷൻ ഈസ് റെഡി ഹിയർ. നിങ്ങൾക്ക് ഈ 2 നോട്ട് വേണമെങ്കിൽ ജിമൻ സാർ ജു പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. तो बच्चों अच्छे से पढ़ो, നല്ല രീതിയിൽ പഠിച്ചോളൂ. तो मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. थैंक यू. जय हिंद.